Hi all, welcome back to my YouTube channel. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ചിക്കൻ എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കി മടുത്തവർക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കി നോക്കാം. വളരെ ഈസി ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ വേണ്ടത് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം പറയുന്ന 1/2 കിലോ ചിക്കനുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓൾറെഡി ഞാൻ ഉണ്ടാക്കി എന്താണ് പറയുക, ഞാനിവിടെ ബട്ടറിലാണ് ഉണ്ടാക്കിയത്. ബട്ടറിൽ ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സൺഫ്ലവർ ഓയിൽ ആയാലും മതി. പക്ഷേ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടറിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി വച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, ഞാൻ അവിടെ എല്ലാം പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് തലേദിവസം വച്ചിട്ട് പിറ്റേ ദിവസം, അത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തേക്കുന്നതാണ് ഈ ഒരു ചിക്കൻ. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നത് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിക്കൻ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് പ്ലസ് ഉപ്പ് ആ ഒരു മിക്സിൽ ഒന്ന് മുക്കി വെക്കുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒരു സോഫ്റ്റ് ആവാൻ, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ നല്ല കുറച്ച് ഹാർഡായിട്ടിരിക്കുമ്പോൾ നമുക്കത് സ്റ്റാർട്ടായിട്ട് കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ചിക്കൻ അതിന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, തൈരും ഉപ്പും ചേർന്ന് 2 ടേബിൾ സ്പൂൺ തൈരും ഉപ്പും ചേർന്ന മിശ്രിതത്തിൽ ഒന്ന് മുക്കി ഒരു 1 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം നല്ലോണം കഴുകി അതിൻ്റെ വെള്ളം പോകുന്ന ഒരു അരിപ്പയിൽ വെച്ചിട്ട് വെള്ളം പോകുന്നവരെ അങ്ങനെ വെച്ച് മൊത്തം വെള്ളം കളയുക. അതിനുശേഷമാണ് നമ്മൾ മാരിനേഷൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മാത്രമേ ചിക്കൻ സോഫ്റ്റ് ആയിട്ട് നല്ലോണം സോഫ്റ്റ് ആവാനായിട്ട് തൈരിൽ മുക്കി വെക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് നമ്മളിത് ഓവനിലൊന്നുമല്ല ചെയ്യണം. വളരെ ഈസി ആയിട്ട് നമ്മൾ ഓവനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. പാലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കേട്ടോ. ഓവനിലൊക്കെ നമുക്ക് ബാംബൂ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഓവനിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മാരിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് കട്ട തൈരാണ്. തൈര് ഞാനൊരു 6 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കന് 6 ടേബിൾ സ്പൂൺ തൈരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ തൈര് കട്ട തൈരാണെങ്കിൽ എനിക്കിപ്പോൾ കട്ട തൈര് കിട്ടില്ല. അപ്പോൾ ഞാൻ നോർമൽ തൈരാണ്, സാധാ തൈരാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കട്ട തൈരാണെങ്കിലും നോർമൽ തൈരാണെങ്കിലും നമുക്കൊന്ന് അരിപ്പേക്കട അരിച്ച് അതിൻ്റെ വെള്ളം മാക്സിമം കളയുവാണെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം പിന്നെ ചിക്കൻ ഇങ്ങനെ നമുക്കുണ്ടോ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ്റെ വെള്ളം ഓൾറെഡി ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ എത്രമാത്രം വെള്ളം പോയാലും കുറച്ചൊരു വെള്ളം ഇറങ്ങി വരും. അപ്പോൾ മാക്സിമം വെള്ളം നമ്മൾ കളയാൻ നോക്കുക, തൈരിലേക്ക് വെള്ളം കളയാൻ നോക്കുക. അപ്പോൾ നമുക്ക് മാരിനേഷൻ ഉണ്ട്, തൈരാണ് വേണ്ടത്. കട്ട തൈര് 6 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ. അതുപോലെ ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ആണ്. ഗരം മസാല 1/4 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി, അത് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കാശ്മീരി ചില്ലി എരിവിന് ആവശ്യത്തിന് 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത്. കാരണം ഇതൊരു സ്പൈസി റെസിപ്പി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു സ്പൈസ് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കസൂരി മേത്തിയാണ്, ഞാൻ ആദ്യം പറഞ്ഞു, ഉലുവയുടെ ഇല പൊടിച്ചാണ് കസൂരി മേത്തി. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലേവറിന് വേണ്ടി അതൊരു ഒതൻറ്റിക് ഫ്ലേവർ കിട്ടാനായിട്ട് ഈ കസൂരി മേത്തി അഥവാ ഉലുവയുടെ ഇല പൊടിച്ചതാണ്. ഇത് അറിയില്ലാത്തവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ എന്താണെന്നുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ലെമൺ ജ്യൂസ് വേണം. ലെമൺ ജ്യൂസ് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. പിന്നെ അതുപോലെ ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്പൈസി ആയിട്ടുള്ള സാധനമല്ലാത്തതുകൊണ്ട് തന്നെ എരിവ് ഞാൻ പറഞ്ഞല്ലോ 1 ടീസ്പൂണാണ് ഞാൻ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസ് കുറച്ചുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നല്ലോണം കൈ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വയ്ക്കുക. കാരണം ഇത് കുറേ അധികം നേരം ഇരുന്നാൽ മാത്രമാണ് ഇതെല്ലാം ഫുള്ള് ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് തലേദിവസം രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം വൈകുന്നേരമാണ്. പിറ്റേ ദിവസം നമുക്ക് രാവിലെ എടുക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ചാൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പം ഒരു 1 അവർ ഫ്രിഡ്ജിന് പുറത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന നേരത്ത് ഞാനൊരു അധികം ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓയിലാണെങ്കിലും ബട്ടർ ആയാലും അധികം ഒന്നും യൂസ് ചെയ്യണം, കുറച്ച് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് ഇട്ടിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അധികം ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് 5 മിനിറ്റ് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അടുത്ത സൈഡ് തിരിച്ചിട്ടിട്ട് 5 മിനിറ്റ് ഒന്നുകൂടി വേവിക്കുക. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റ് ഓരോ സൈഡും വേവിച്ചെടുക്കുക. മൊത്തം 20 മിനിറ്റാണ് ഫുൾ ഇത് കുക്കാവാനായിട്ട് ആവുന്നത്. 20 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും. പിന്നെ ഇത് ചിക്കനിലെ വെള്ളം ഓൾറെഡി വാർന്നു പോരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, തൈരിലെ വെള്ളം നമ്മൾ മാക്സിമം കളയാൻ ശ്രദ്ധിക്കാം. കളഞ്ഞില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പെർഫെക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും കളയുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അതാണ് അരിച്ചെടുക്കാൻ പറഞ്ഞത്. അരിപ്പയിൽ നിന്ന് അരിച്ച് ആ വെള്ളം കളഞ്ഞതിന് ശേഷം തൈര് യൂസ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് 20 മിനിറ്റ് സത്യം പറഞ്ഞാൽ ഈ പ്രോസസ്സ്, ഈ ഒരു മാരിനേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ മാരിനേഷനാണ് നമുക്ക് വളരെ സിമ്പിളാണ്. കട്ട തൈര് ഉണ്ടായാൽ മതി, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല.
എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓവൻ ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ ടിക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ചിക്കൻ 2 തവണയായിട്ട് ഉണ്ടാക്കിയത്, ഒറ്റ തവണയല്ല 2 തവണയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക റെഡിയായി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ഇതിന് ഒരു കോമ്പിനേഷൻ തന്നെ പുതിന ചട്നിയാണ്. പുതിന ചട്നീൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പുതിനയുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിലും പുതിന ചട്നി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രെഡും ചിക്കൻ കറിയും അതുപോലെ തന്നെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ടിക്കയാണ് ഡിന്നറിന് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇതൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഒരേപോലെ തന്നെ ചിക്കൻ ഉണ്ടാക്കി മടുത്തിരിക്കുന്നവർക്ക് ഒരു വ്യത്യസ്തമായ രീതിയിലും അതുപോലെ വളരെ സിമ്പിളായിട്ടും, വ്യത്യസ്തം എന്നതിലുപരി വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.